homage to those who left us for their heavenly abode. May the departed soul rest in peace. Please. അദ്ദേഹം തിരക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ശ്രീ ജോയ് സാറിനെയും നാഗരാജനെയും രണ്ട് ആർഎസിനെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ജോയ് സാറിനെയും നാഗരാജ സാറിനെയും കാർഡവുമായി ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ധന്യമായ ചടങ്ങിൽ സാക്ഷ്യം വഹിക്കുവാൻ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ സുമനസ്സുകളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. It gives me immense pleasure to welcome you all to this annual general body meeting. I extend my heartfelt and sincere thanks to each one of you for your continued support and active participation in our association's activities. Friends, all of us gathered here have spent some of the finest years of our service in the service of the bank. In the coming year, our focus will be on further strengthening the membership. Before I conclude, I express my sincere gratitude to all office bearers, members and well-wishers for your constant support. Thank you all. ഞങ്ങളോട് തന്ന മെസ്സേജാണ്. ആദ്യം നിങ്ങളുടെ ആരോഗ്യം നോക്കുക, പിന്നെ നിങ്ങളുടെ കൂടെയുള്ളവരെ നോക്കുക, പിന്നെ ജനറൽ കസ്റ്റമേഴ്സിനെ നോക്കുക. നമ്മളുടെ കസ്റ്റമേഴ്സിനെ ടേക്ക് കെയർ ചെയ്യുമ്പോൾ, നമ്മുടെ എംപ്ലോയീസിനെ ടേക്ക് കെയർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബാങ്കും ടാർഗറ്റും മാത്രമല്ല, ടാർഗറ്റ് ഒരു മിനിമം നമ്പറാണ്, അതിനപ്പുറത്തേക്ക് കടക്കുന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അങ്ങനെ ഒരു ഹ്യൂമൈൻ ആയിട്ടുള്ള DGM നമ്മുടെ സ്ട്രക്ചേർഡ് മീറ്റിംഗിലാണെങ്കിൽ ഞാൻ ഇന്ററാക്ട് ചെയ്യുമ്പോൾ കാണാറുള്ളത് വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു റോളാണ്. ഒരു സ്റ്റാൻഡേർഡ് പ്രോഫിറ്റ് ആൻഡ് മാർക്കറ്റ് വാല്യൂഡ് as at the 4th position in market capitalization, which was a big deal, even big opposed to US. ഈ ഒരു പൊസിഷനിലെ ബാങ്കിനെ കൊണ്ടെത്തിച്ചത് ആരാണ്? നമ്മളെല്ലാവരും. അതിന്റെ ക്രെഡിറ്റ് നമ്മളെല്ലാവർക്കും. നമ്മൾ എത്രത്തോളം ഈ ബാങ്കിനെ ടേക്ക് കെയർ ചെയ്തു, എത്രത്തോളം സിസ്റ്റംസ് അത് വളരെ നല്ല രീതിയിൽ ചെയ്തു, കംപ്ലയൻസ് അതിന്റെ ബേസ് അടിസ്ഥാനം എത്രത്തോളം സ്ട്രോങ് ആയിട്ടിട്ടു. ബാങ്കിന്റെ ഫ്യൂച്ചർ വളരെ ബ്രൈറ്റ് ആണ്. നമ്മുടെ രാജ്യത്തിന്റെ ഫ്യൂച്ചർ വളരെ ബ്രൈറ്റ് ആണ്. ആ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഫ്യൂച്ചറിനെ അതിനെ അൺലോക്ക് ചെയ്യാനും അതിനെ എത്തിപ്പിടിക്കാനും ഗ്രാസ്പ് ചെയ്യാനും ഇന്നത്തെ ജനറേഷൻ റെഡിയാണ്. First, my sincere thanks, like Joyce was telling me, sincere thanks to each one of you for making a strong foundation on which we all, the present generation, we are banking or providing all the, the knowledge which you have given. So, at the outset, I would like to thank for the strong foundation, strong support you have given to the bank. So, my sincere thanks and compliments to each one of you. And in this occasion, I wish all of you good health, prosperity, and peaceful retirement. ബാങ്ക് ആണ് DGP വളരെ നിർബന്ധമായി തൊട്ട് ആദ്യമായിട്ട് ജോസ് പി ആന്റണി TV പ്രഭാകരൻ സാറ്, എനിക്കിങ്ങനെ ഒരു അവസരം ഉണ്ടാക്കിയിട്ടുള്ള എല്ലാവരോടും അകേതമായ നന്ദിയും സ്നേഹവും ഇതിനോടൊപ്പം ഞാൻ പ്രകടിപ്പിക്കുന്നു. ഇവിടെ നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ കുറേ ജില്ലാ സമ്മേളനത്തിൽ ഞാൻ പങ്കെടുക്കേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ 2-3 മാസങ്ങളിലായി എല്ലാ ജില്ലകളിലും നമ്മളുടെ ആനുവൽ സമ്മേളനങ്ങൾ നടക്കുകയാണ്, ആനുവൽ ജനറൽ മീറ്റിംഗ്. എന്നാൽ
ഇന്നത്തെ ഈ സമ്മേളനത്തിൻ്റെ കാണുമ്പോൾ അതിൻ്റെ പ്രൗഢിയും അതുപോലെ തന്നെ അതിൻ്റെ മനോഹരമായ ഈ രംഗങ്ങളെല്ലാം കാണുമ്പോൾ യഥാർത്ഥത്തിൽ ഇത് ഒരു ജില്ലാ സമ്മേളനമാണോ അതോ ഒരു സംസ്ഥാന സമ്മേളനമാണോ എന്നെനിക്ക് തോന്നാൻ ഇടയായി. ആ റിപ്പോർട്ടിലും വളരെ വിശദമായിട്ട് തന്നെ ഒരു സംസ്ഥാന സമ്മേളനത്തെ ദ്യോതിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് നമ്മുടെ സെക്രട്ടറി ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. വളരെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഈ ജില്ല, എറണാകുളം ജില്ല കാഴ്ചവെക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം നമ്മൾ അസോസിയേഷൻ്റെ സിൽവർ ജൂബിലിയായി ആഘോഷിക്കുന്നു. ഈ സിൽവർ ജൂബിലിയുടെ സമാപന സമ്മേളനമായിട്ടാണ് ഏപ്രിൽ 25-ന് കൊല്ലത്ത് നടക്കുന്ന ആനുവൽ ജനറൽ മീറ്റിംഗ് നടത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ഒരു സുവനീറും പ്രകാശനം ചെയ്യുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സ്തുത്യർഹമായ 25 വർഷമാണ് കടന്നുപോയത്. ഫെഡറേഷൻ്റെ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് വെച്ചിട്ട് നമ്മളുടെ തന്നെ വൈസ് പ്രസിഡന്റും ആയിട്ടുള്ള ശ്രീ ജോസഫ് പാലക്കൻ, എറണാകുളത്തുള്ള DGS ആയിരുന്ന അദ്ദേഹം പിന്നീട് ഈ കഴിഞ്ഞ വർഷത്തെ AGM-ൽ വെച്ചിട്ടാണ് അദ്ദേഹത്തെ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുത്തത്. അദ്ദേഹത്തെ നമ്മുടെ നാഷണൽ വൈസ് പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കേണ്ടായി. ഒരിക്കലും നേടിയെടുക്കാൻ പറ്റാത്ത ഒരു മഹത്തായ, ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ റിട്ടയർ ജീവിതത്തിൽ അലസമായി ജീവിക്കാതെ വളരെ ആക്റ്റീവായിട്ട് വളരെ കർമ്മനിരതമായിട്ട് ജീവിക്കുക. നിങ്ങൾ വ്യായാമം കൊണ്ടും വളരെ കൃത്യമായിട്ട് പാലിക്കുകയാണെങ്കിൽ വളരെയധികം ദീർഘകാലം നമ്മൾക്ക് ഇതുപോലെയുള്ള ഒരു റിട്ടയർമെൻറ്റ് ജീവിതം നടത്താൻ കഴിയും എന്നുള്ളത് തന്നെയാണ് നമുക്ക് പ്രത്യാശിക്കാനുള്ളത്. ജില്ലാ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ഇന്ന് രണ്ട് സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ പെൻഷനേഴ്സ് അസോസിയേഷൻ്റെ 2 സെക്ഷൻസ് ഓഫ് മുതിർന്ന പൗരന്മാരെയാണ് നമ്മൾ ആദരിച്ചത്. ആദ്യത്തെ 85 വയസ്സിന് മുകളിലും അത് 13 പേരുണ്ടായിരുന്നു. 75 വയസ്സും അതിൻ്റെ മുകളിലും 70 പേരുണ്ടായിരുന്നു. ഉറക്കം നടിക്കുന്നവരെയും ഉറങ്ങുന്നവരെയും ആദ്യം ഉണർത്തണം. जिंदगी के सफर में गुजर जाते हैं जो मकान, वो फिर नहीं आते, वो फिर नहीं आते. You have spent in your life will not come back again. ഇന്ന് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ എറണാകുളം ജില്ലയുടെ സമ്മേളനമാണ്. ഇറ്റ്സ് എ ഡേ ഓഫ് ഇവാലുവേഷൻ, ഇറ്റ്സ് എ ഡേ ഓഫ് റിട്രോസ്പെക്ഷൻ. എങ്ങനെയാണ് നമ്മൾ ഈ ഒരു വർഷം പിന്നിട്ടത്? എറണാകുളം ജില്ലയുടെ 25ാമത് ആനുവൽ ജനറൽ മീറ്റിംഗ് ആണ്. എന്ന് വെച്ചാൽ എറണാകുളം ജില്ലയിൽ സിൽവർ ജൂബിലി ആഘോഷിക്കുകയാണ്. ഒന്ന് കൈയടിച്ച്, ഇതാണ് നമ്മുടെ മഹത്വം. സംസ്ഥാന തലത്തില് സിൽവർ ജൂബിലി ആഘോഷിക്കുന്നതോടൊപ്പം എറണാകുളം ജില്ലയിൽ ആ സംരംഭത്തിന് പങ്കാളിയാണ്. കാരണം എന്താണ്? ഈ പ്രസ്ഥാനം എവിടെയാണ് ആരംഭിച്ചത്? എവിടെയാണ്? എറണാകുളം. എറണാകുളത്തെ സോണൽ ഓഫീസിന്റെ 9ാമത്തെ നിലയിൽ 12 അംഗ കമ്മിറ്റി രൂപീകരിച്ചത് 2001 മാർച്ച് മാസത്തിലാണ് ഈ പ്രസ്ഥാനം ആരംഭിച്ചത്. ഒന്ന് ആലോചിച്ചു നോക്കണം. കാലം കടന്നപ്പോൾ നിങ്ങളും ഞാനും അധ്വാനിച്ചപ്പോൾ നമ്മൾ ഈ നിലയിലെത്തി. അപ്പൊ എറണാകുളം ജില്ലയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പിനാക്കിൾ ഓഫ് പെർഫെക്ഷൻ ഇന്ന് പരിപൂർണതയിലെത്തുകയാണ്.
കേരളത്തിന് മാതൃക കാണിച്ച ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ മെമ്പർഷിപ്പിൽ എറണാകുളമാണ്. അതിന് കാരണമെന്ന് ചോദിച്ചാൽ ഈ അസോസിയേറ്റ് ബാങ്ക് മേർജർ കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ അവരുടെ പ്രത്യേകമായ ഒരു യോഗം വിളിച്ചുകൂട്ടി ഈ പ്രസ്ഥാനത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തി കാണിച്ചത് ഈ എറണാകുളം ജില്ലയിൽ നിന്നാണ്. വിമൻസ് ഫോറം എന്തായി? കഴിഞ്ഞ പ്രാവശ്യത്തെ കോഴിക്കോട് കോൺഫറൻസിൽ വെച്ചാണ് വിമൻസ് ഫോറം രൂപീകരിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം 2024 തന്നെ നമ്മൾ വിമൻസ് ഫോറം രൂപീകരിച്ച് മാതൃക കാണിച്ചു. ഈ കേരളത്തിൽ ആദ്യത്തെ ഫാമിലി പെൻഷൻസ് മീറ്റ് സ്ഥലം ഏതെന്നറിയും? അത് എറണാകുളം ജില്ലയിലാണ്. പിന്നെ വിസിറ്റിംഗ് എൽഡേഴ്സ്, പഴയകാല നേതാക്കന്മാരെക്കാണ് ഇതൊക്കെ നമ്മൾ നടപ്പിലാക്കി. നമ്മൾ ഒന്നിച്ചു നിന്നതുകൊണ്ടാണ് ഈ ഉയരങ്ങളിലേക്ക് എനിക്ക് കടന്നു പോകാൻ സാധിച്ചത്. ഈ പ്രസ്ഥാനത്തിൽ 7 അംഗ കമ്മിറ്റിയിൽ ഓൾ ഇന്ത്യ ലെവലിൽ ആകണമെങ്കിൽ ഒരു ചെറിയ കാര്യമൊന്നുമില്ലായിരുന്നു. ഇവിടുത്തെ ബാലപാഠങ്ങൾ ഓരോന്നും പഠിച്ച് ഇവിടുത്തെ പ്രയാസങ്ങൾ, കഷ്ടപ്പാടുകൾ കണ്ടും കേട്ടും കിട്ടി. നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ അടുത്ത് താമസിക്കുന്ന ആരെങ്കിലും ഈ പ്രസ്ഥാനത്തിൽ അംഗത്വം എടുത്തിട്ടില്ല എങ്കിൽ പ്രായം നോക്കാതെ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. ഈ പ്രസ്ഥാനത്തിൽ നിന്നാലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്ന്. അതുപോലെ ഈ പ്രസ്ഥാനത്തിന്റെ ട്രഷററായിരുന്നു നമ്മുടെ കേസ്. അതുപോലെ തന്നെയാണ് ഈ പഴയകാല നേതാക്കന്മാരുടെ മുമ്പിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രതിജ്ഞ ചെയ്യുന്നു, നമ്മൾ ഇനിയും ഒന്നിച്ചൊന്നായിട്ട് മുന്നോട്ട് പോകും. നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ പ്രസ്ഥാനത്തിന്റെ കൊടി എല്ലാവരിലേക്കും പകർന്ന് അടുത്ത മാർച്ച് മാസം 31-ാം തീയതി ഈ മാസത്തില്ല 2000 പേരെ തികച്ച് എറണാകുളം ജില്ല ഒരു സംഭവമാക്കി മാറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ മുൻകാല നേതാക്കന്മാർ, പിന്നിൽ ഇവിടെ കൂടിയിരിക്കുന്ന പ്രിയങ്കരനായ എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ നമസ്കാരം. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സംസ്ഥാന നേതാക്കളും നാഷണൽ നേതാക്കളുമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അങ്ങ് ഓൾ ഇന്ത്യ ലെവൽ മുതൽ ഏരിയ വരെയുള്ള കാര്യങ്ങളെല്ലാം ഒരുപാട് പ്രതിപാദിച്ചു കഴിഞ്ഞു. കൂടുതലായിട്ടൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളിൽ നിന്ന് കൂടുതൽ കേൾക്കാനാണ് ഞങ്ങൾക്ക് ആഗ്രഹം. അപ്പോൾ അധികമൊന്നും പറയുന്നില്ലെങ്കിലും ചെറിയ കാര്യങ്ങളൊന്നും പറയുന്നത് 3 മാസം കൂടുമ്പോൾ ക്വാർട്ടർലി മീറ്റിംഗ് നടക്കും. ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൃത്യമായിട്ട് ക്വാർട്ടർലി നടക്കുന്നുണ്ട്. സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫെഡറേഷൻ മീറ്റിംഗ്സ് നടക്കുന്നുണ്ട്. ഓരോ തരത്തിലുള്ള കാര്യങ്ങൾ അതാത് ഹയർ അപ്സിലേക്ക് നമ്മൾ അറിയിച്ചാൽ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാര്യങ്ങളെല്ലാം കൃത്യമായ അംഗങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാത്തത് കൃത്യമായിട്ട് മുകളിലേക്ക് എലിവേറ്റ് ചെയ്ത് മാനേജ്മെന്റിനെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള ഒരു കഴിവ് നമ്മുടെ സംഘടനയ്ക്ക് ഇരിക്കുന്ന മെമ്പേഴ്സിന്റെ തന്നെ അസോസിയേറ്റ് മെമ്പേഴ്സ് ആവാത്ത ഒരുപാട് പേരുണ്ട്. ദയവ് ചെയ്ത് ആരെങ്കിലും അങ്ങനെ സിംഗിൾ ആയിട്ട് മെമ്പർ ഉള്ളവരെ സ്പൗസിന്റെ പേര് കൂടെ ആഡ് ചെയ്ത് നമ്മുടെ സംഘടനയുടെ രജിസ്റ്ററിൽ അവരുടെ ഡീറ്റെയിൽസും കൂടെ എത്തിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. കാരണം 1-2 സമയങ്ങളിലുണ്ടായ ബുദ്ധിമുട്ടുകൾ, ഫാമിലി പെൻഷൻ അപ്ലൈ ചെയ്യാൻ പോലും മറന്ന കേസുകൾ, മറന്നതല്ല അറിയില്ല. കാരണം ഇൻഷുറൻസിന്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതാണ്. എങ്കിലും 80 വയസ്സ് കഴിഞ്ഞവർക്ക് നമ്മുടെ മാനേജ്മെന്റിനോട് ഫെഡറേഷൻ ആവശ്യപ്പെട്ടിരുന്നു 80 വയസ്സ് കഴിഞ്ഞവർക്ക് ഫ്രീ ആയിട്ട് ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട്. മാനേജ്മെന്റ് അതോടൊപ്പം തന്നെ 90% ഡിസ്കൗണ്ട്, 90% റീബേറ്റ് ചെയ്ത് കൊടുത്തു. അവർക്ക് 20,000 രൂപയുടെ മെഡിസിൻ മേടിക്കാൻ പറ്റും. 20,000 രൂപയുടെ മെഡിസിൻ എന്ന് പറഞ്ഞാൽ മെഡിസിനൽ വാല്യൂവിന്റെ 80% ഉള്ളത്. ഇനി അടുത്തത് എൻ്റെ സെക്രട്ടറീസ് റിപ്പോർട്ടാണ് ഈ കൊല്ലത്തെ റിപ്പോർട്ട്. റെസ്പെക്റ്റഡ് ഓഫീസ് ബെയറേഴ്സ് ആൻഡ് dear members, I am happy to present the report on the organizational activities undertaken since the previous report for the period ended 28/2/2025, which was presented at our last AGM held on 22/3/2025 at AK Menon Nagar. On the outset, I sincerely thank each one of you for the wholehearted support and cooperation extended to me in carrying out the responsibilities entrusted to me. With your support, we are able to make
steady progress in strengthening our association in all respects. The next is Ovanagosham and the Kudumba Sangamam expenses, 69,943 for the year, Schedule D. To expenses towards Dharna, that is JFBRK, Dharna Hunger Strike on 19th July 2025, 46,977. And on the asset side, cash in hand is nil, savings bank account balance 2,51,890 and 68 paise as on 28th February 2026. Following, there are 5 fixed deposits which is shown one by one. 3 of them are for 6,42,458. One is for 6,12,103 and one for 4,37,531. The total on the asset side account to 32,28,898 and 68 paise. So excess of income over expenditure shown on the liability side 3,95,096. So our turnover is 32,28,898 and 68 paise. This is audited by our esteemed chartered accountants Ramesh and Shenoy. പ്രവർത്തന റിപ്പോർട്ടും അതുപോലെ എല്ലാ സാധനവും നിങ്ങളുടെ കയ്യിലും എൻട്രിയുടെ സമയത്ത് തന്നിട്ടുണ്ട്. എന്തെങ്കിലും പരാതിയോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ഇപ്പോൾ പറയാം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സിനെ കുറിച്ച്, റിപ്പോർട്ട്സിനെ കുറിച്ച് ഒന്നുമില്ലാന്ന് കരുതുന്നു. നമുക്ക് കൈയടിച്ച് പാസ്സാക്കാം. ഓക്കെ, താങ്ക് യു. നമ്മുടെ പ്രസിഡന്റ് സൂചിപ്പിച്ചു, നമ്മൾ റിട്ടയർമെൻറ്റിന് ശേഷം നമ്മൾ നമ്മുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം അദ്ദേഹം വളരെ കാര്യമായി നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. നമ്മൾ ഇപ്പോൾ ഇവിടെ എറണാകുളം ജില്ലാ സെൻറ്ററിൽ നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഈ നമ്മുടെ മാനസിക ഉല്ലാസത്തിന് വേണ്ടി ഒരുപാട് ടൂറുകൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. വിദേശ ടൂറുകൾ നമ്മൾ 2023 നമ്മൾ ഒരു ബാലി ടൂർ സംഘടിപ്പിച്ചു. 60 പേരോളം ഉണ്ടായിരുന്നു. അതിനുശേഷം 2025 നമ്മൾ വിയറ്റ്നാം 2 ഗ്രൂപ്പായിട്ട് വിയറ്റ്നാമിൽ പോയി, ഒരു ഗ്രൂപ്പ് ദുബായിൽ പോയി. ഇത്തവണ ഈ മാർച്ച് 29-ാം തീയതി നമ്മളൊരു ടൂർ, അത് 40 പേരോളം ഓൾറെഡി ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ബോംബെയിൽ പോയി അവിടെ നിന്ന് ഷിപ്പിൽ തിരിച്ച് കൊച്ചിയിൽ വരുന്ന 2 ദിവസം ഷിപ്പിൽ. വീണ്ടും ഇനി ഒരു ട്രിപ്പ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് മെയ്യിലും ജൂണിലുമാണ്. സിംഗപ്പൂർ, മലേഷ്യ കൊണ്ട് ഒതുക്കാനാണ് സാധ്യത. Now I speak as the chairperson of the Women's Forum. As part of the Silver Jubilee celebrations of our association, Women's Forums were started in all the 14 districts of Kerala. The aim is to create a platform for women to connect, support and grow together. Now we have a group of dancers, a larger group of singers and more people wanting to perform on stage. We honored Joseph Palikam sir, who was elected to the national level. We honored Sophia Joy, family pensioner, and Geeta Salim Kumar, associate family member, who won at the Panchayat elections and are contributing to serving the society. Just a week or two after that, our EC member and Sri Anto Joseph passed away. Death is always sad, but his family was willing to donate his eyes, thereby giving light to 2 other people. Women's Forum is actively involved in all the activities of the association. എനിക്കൊരു സംശയമാണ്. ഈ അപ്പോളോ ഫാർമസിയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ അതിൽ എനിക്ക് പലപ്പോഴും ഈ അപ്പോളോയിൽ നിന്ന് എന്നെ വിളിക്കാറുണ്ട്. ഇപ്പോൾ ആ ഫണ്ടിൽ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം, അതുകൊണ്ട് എനിക്ക് വേണം. അതിൻ്റെ ഏതാണ് പിൻ നമ്പറൊക്കെ ചോദിച്ചു. ഇപ്പോൾ ഇവിടെ ഇല്ല. ഞാൻ പറഞ്ഞു കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന്. പറഞ്ഞ പോലെ ഈ അപ്പോഴോ ചില കാര്യങ്ങൾ അവിടെ ചോദിക്കുമ്പോൾ ചില മരുന്നുകളൊന്നും അവരുടെ അടുത്തില്ല.
അന്ന് ഒന്ന് നമുക്കൊന്ന് ബുക്ക് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞ് സംഘടിപ്പിച്ച് തരാമെന്ന് ചോദിക്കുമ്പോൾ അവർ പിന്നെ അറിയിക്കാന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ വീണ്ടും വിളിച്ച് ചോദിക്കുമ്പോഴും അത് വന്നിട്ടില്ലാന്ന് പറയുന്നുണ്ട്. എൻ്റെ ഈ പെൻഷൻ 40% 50% ആക്കി കഴിഞ്ഞപ്പോൾ ഒരു അഡ്വൈസ് കിട്ടിയതാണ്. ഞാൻ സ്റ്റേറ്റ് 2 ആയിട്ടാണ് അത് കാണിച്ചിരിക്കുന്നത്. ആക്ച്വലി സ്റ്റേറ്റ് 3. അതിൽ സ്റ്റേറ്റ് 2 ആയിട്ട് കാണിച്ചുകൊണ്ട് എനിക്ക് സ്റ്റേറ്റ് 2ൻ്റെ എന്ന് വെച്ചിട്ട് 24,000 SBI സർവീസ് തന്നോടും ഭാരവാഹികളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒന്നുകൂടി താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഓരോ കടകളും ഓരോ ഷോപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നല്ല സെയിലുള്ളവർ ചിലപ്പോൾ തന്നില്ലാന്ന് വരും. പക്ഷെ സാറിന് ഞാൻ മേടിച്ചു തരാറ്. കാരണം ചില സ്ഥലങ്ങളിൽ എല്ലാ മരുന്നുകളും കൊടുക്കുന്നുണ്ട്. അത് അവരുടെ ഡിസ്ക്രിപ്ഷനാണ്. അപ്പോൾ അത് ഒരു കട ഒന്ന് മാറി ഇപ്പോൾ വടക്കേക്കൊണ്ടാകാൻ കഴിഞ്ഞ് വേറൊരു കട ഒന്ന് ചോദിച്ചു നോക്കാം. കിട്ടിയില്ലെങ്കിൽ അറേഞ്ച് ചെയ്ത് തരാം, കുഴപ്പമില്ല. എല്ലാവരും നിങ്ങളാണ് ഈ സംഘടനയുടെ നട്ടല്ലേക്കുള്ള തിരിച്ചറിവോടുകൂടി ഞാൻ ആരെങ്കിലും വിട്ടുപോയിരുന്ന സംശയമില്ല. വിട്ടുപോയ ആളുകൾക്കും കൂടി പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഈ ഇതിൽ പങ്കെടുത്ത എല്ലാ അംഗങ്ങൾക്കും ഈ സംഘടനയുടെ നട്ടല്ലായ ഇതിൻ്റെ എല്ലാ മെമ്പേഴ്സിനും നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.